ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡെലിവറി സ്റ്റോറി പറയാനാണ്. അപ്പോൾ നമ്മുടെ ഡെലിവറി സ്റ്റോറിന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ അത് പ്രഗ്നൻസി സ്റ്റോറി ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കയ്യോടെ തന്നെ ഞാൻ ഈ ഒരു ഡെലിവറി സ്റ്റോറിയുടെ വീഡിയോ കൂടി എടുത്തു പോവാണ്. അപ്പോൾ ഗൈസ്, പ്രഗ്നൻസി സ്റ്റോറി കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലാത്തൊരു ജസ്റ്റ് ഒന്ന് പോയി കാണാം, എന്നാലായിരിക്കും ആ ഒരു കണക്ഷൻ കിട്ടുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഡെലിവറി സ്റ്റോറി ഞാൻ പറയാം. അപ്പോൾ ഞാൻ കറക്റ്റ് ഒരു 37 ആഴ്ച കഴിഞ്ഞിട്ടാണ് പ്രസവിച്ചത്. അതായത് 9ാമത്തെ മാസം സ്റ്റാർട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രസവിച്ചിട്ടുണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയത് 8ാമത്തെ മാസം സ്റ്റാർട്ടിങ് ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ, ഒരു പകുതി എത്തിയ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ ഞാൻ ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട്. നമ്മൾ കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. സെപ്റ്റംബർ 22-ാം തീയതിയാണ് ഡേറ്റ്. പക്ഷേ എനിക്ക് അത്രയും പോവില്ല, കാരണം എനിക്ക് 8ാമത്തെ മാസം പകുതി ആയപ്പോൾ തന്നെ ഉണ്ണി തല തിരിഞ്ഞ് വന്നിട്ടുണ്ട്, ഇറങ്ങി വന്നിട്ടുണ്ട്, ഒക്കെ സെറ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് അത്രയും നീട്ടിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ അടുത്ത് 10ാം തീയതി ഒക്കെ ആയിട്ട് തന്നെ വന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 5ാം തീയതി വ്യാഴാഴ്ചയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോണത്. ആ വരണ തിങ്കളാഴ്ചയാണ് എൻ്റെ അടുത്ത് അഡ്മിറ്റ് ആവാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ തിങ്കളാഴ്ചക്ക് എത്തിയില്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു ഞാൻ ഹോസ്പിറ്റലിൽ പോകണതിൻ്റെ ഒരാഴ്ച മുന്നേ മുതൽ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. രാത്രി നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊക്കെ മുട്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല. കാരണം എന്താണെന്ന് അറിയുമോ, ഇതാണ് ഞാൻ പറഞ്ഞത് മറ്റേ വീഡിയോ കണ്ടിട്ട് വരണം എന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെഡിക്കൽ കോളേജിലത്തെ ഈ ലേബർ റൂം എൻ്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ പുകയാണ്. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവണതിൻ്റെ മുന്നേ വരെ തലേ ദിവസം വരെ എനിക്ക് യാതൊരു പേടി ഉണ്ടായിരുന്നില്ല, യാതൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര കൂളായിരുന്നു. കാരണം പ്രഗ്നൻ്റ് ഇനിയിപ്പോൾ ഉണ്ണിനെ പ്രസവിച്ചാലേ പറ്റും, പ്രസവിക്കണം, എല്ലാവരും പ്രസവിക്കില്ല, അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡുള്ള ഞാൻ ഈ ഒരു ലേബർ റൂം ആ ഒരു ഓളിയും എല്ലാവരുടെ വേദന കരച്ചില്ല അതാലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര, കാരണം അവരൊക്കെ ഇത്രയും കരയുണ്ടെങ്കിൽ ഞാനൊക്കെ മരിക്കുമോ ഞാൻ എന്നൊക്കെ ഞാൻ ആലോചിച്ചോട്ടാ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ തിങ്കളാഴ്ചയാണ് നമ്മൾ ഓൾറെഡി പോയിട്ട് അഡ്മിറ്റ് ആവേണ്ട ദിവസം. അപ്പം ഇന്ന് വ്യാഴാഴ്ചയായി. അപ്പം എന്തായാലും 2-3 ദിവസം കൂടി ഉള്ളൂ. ഞാൻ ആലോചിക്കുന്ന കാര്യങ്ങളായിട്ടതൊക്കെ എന്തായാലും ഇനി 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ എന്തായാലും പോയി അവിടെ അഡ്മിറ്റ് ആവണം. പിന്നെ എനിക്ക് അനക്കം കുറവ് പോലെ തോന്നി തുടങ്ങി. അതായത് ഇങ്ങനെ നല്ലപോലെ അനങ്ങുണ്ടായിരുന്നു ഉണ്ണി, ഭയങ്കര സ്ലോവിൽ അനങ്ങുന്ന പോലെ, പിന്നെ കുറേ ടൈം എടുത്ത് അനങ്ങുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് തന്നെ തോന്നി തുടങ്ങി. എനിക്കും കുറേ ഉണ്ടോ അങ്ങനെയൊക്കെ ഒരു തോന്നലൊക്കെ വന്നു തുടങ്ങി. പിന്നെ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇയാൾ വയറ് ടൈറ്റാവാ ലൂസാവാ അങ്ങനെ വല്ല ഇത് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വിട്ടോന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയറ് ഇങ്ങനെ ടൈറ്റാവൽ സ്റ്റാർട്ടിങ് മുതലേ മിക്ക പ്രഗ്നൻ്റ് ആയിട്ടുള്ള അവർക്കും ഉണ്ടാവും. പക്ഷേ ഈ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ ടൈറ്റാവാ ലൂസാവാ, പെട്ടെന്ന് ലൂസാവാ, അങ്ങനെ ഒരു സംഭവം വരും. ഇപ്പം പിന്നെ എനിക്ക് ധൈര്യമില്ല, കാരണം ഇത്ര നാൾ നമ്മൾ വേദന പിടിച്ചുന്ന പോലെയല്ല ഇത്. എന്തൊക്കെയോ ടെൻഷനൊക്കെ ആയി തുടങ്ങി. ദൈവമേ എന്തായിരിക്കും അങ്ങനത്തെ ഒരു ടെൻഷനായി തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ആശുപത്രിക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അന്ന് വൈകുന്നേരം, അതായത് വ്യാഴാഴ്ച ഒരു വൈകുന്നേരം 4 മണിക്കായ സമയമായപ്പോൾ ഞങ്ങൾ പാക്ക് ചെയ്ത സാധനങ്ങളും എല്ലാം കൊണ്ട് അമ്മയുടെ പൊന്നാതി. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്ര ദിവസം ഞാൻ പറഞ്ഞല്ലോ വേദന ഉണ്ടെങ്കിലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാന്നൊക്കെ പറയുമ്പോൾ ഞാൻ കുഴപ്പമില്ല സഹിക്കാവുന്ന വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് അങ്ങനെ ആക്കുകയെന്ന് കേട്ടോ. കാരണം അങ്ങനെ ചെയ്തിട്ടാരും, കാരണം വേദന വന്നെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്രയും പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് കേട്ടോ. അപ്പോൾ അന്നായപ്പോൾ വ്യാഴാഴ്ച ഇപ്പോൾ എനിക്ക് ഒരു വേണ്ട ഇനി ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ള സാധനമായി. എനിക്ക് കുറവും കൂടി ആയപ്പോൾ എനിക്ക് ഉറപ്പായി. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇവിടെ ചാനലത്ത് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഇങ്ങനെ എനിക്ക് കുറവുണ്ട്, ഇപ്പോൾ എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ട്, അത് ഓൾറെഡി ഉണ്ട് അപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പോൾ നമ്മളെല്ലാ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. കാരണം മിക്കതും നമ്മൾ അഡ്മിറ്റ് ആക്കാനുള്ള എന്തായാലും തിരിച്ച് വിടില്ല, കാരണം തിങ്കളാഴ്ച ഒന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞ ആൾക്കാർ വ്യാഴാഴ്ച വരുന്ന സമയത്ത് എന്തായാലും ഇനിയിപ്പോൾ തിരിച്ച് വിടില്ല. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളെ പോയി കാഷ്വാലിറ്റിയിൽ പോയി. കാഷ്വാലിറ്റി തന്നെ കൊണ്ടുപോകണം. ആ ഒരു ടൈം ആയപ്പോണ്ടല്ലോ എനിക്ക് അറിഞ്ഞൂടാ മരവിച്ചിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പോഴും എനിക്ക് ഡൗട്ടാണ് കേട്ടോ, അത് മരവിച്ചിട്ടാണോ എന്താ എനിക്ക് ഒരു ഫീലിങ്സ് ഉണ്ട്, അതായത് പേടിയോ സങ്കടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ലേബർ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ എനിക്ക് കുറവ് പോലെ തോന്നുന്നുണ്ട്, പിന്നെ നല്ല ബാക്ക് പെയിൻ കുറച്ച് ദിവസമായിട്ടുണ്ട്, പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ, പിന്നെ വയറ് ടൈറ്റാവാ ലൂസാവാ അങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ എന്താ പറയുക ഓൾറെഡി ഒരു 8ാമത്തെ മാസം പകുതിയ സമയത്ത് ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നതാണ് ഒക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മുടെ ആ ഒരു ഡിസ്ചാർജ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൽ എഴുതിയിട്ടുണ്ടാവുള്ളൂ എല്ലാതും. അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായി. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു മോള് കയറിക്ക് ഉള്ളിൽ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. നല്ല ഡോക്ടറായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഡോക്ടറായിരുന്നു. അങ്ങനെ ഞാൻ PV ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കൂളായിട്ടായിരുന്നു കയറിയിരുന്നത് കേട്ടോ. മുന്നത്തെ വട്ടം എനിക്ക് ഓർമ്മ ജില്ലയിൽ ഫസ്റ്റ് പോയ സമയത്ത് എന്ന് പറഞ്ഞില്ല, അപ്പോൾ കൈയും കാലം പറച്ചിട്ടാണ് ഞാൻ കയറിയിരുന്നെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് എനിക്ക് യാതൊരു പേടി ഉണ്ടായിരുന്നില്ല സത്യമായിട്ടും. ഞാൻ അങ്ങനെ കൂളായിട്ട് ഇങ്ങനെ കയറി കിടന്നു. അങ്ങനെ PV ചെയ്ത് നോക്കി. PV ചെയ്തപ്പോൾ എനിക്ക് വലിയ വേദന ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു വേദനയും കൂടുതൽ അസ്വസ്ഥതയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല ഞാൻ, പക്ഷെ അനങ്ങിയില്ല കേട്ടോ. അങ്ങനെ കൂളായിട്ട് തന്നെ കിടന്നു. അങ്ങനെ PV ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു
ഏകദേശം ആയിട്ടുണ്ട്, ചിലപ്പോൾ ഇന്നോ അതോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് പ്രസവിക്കും. അപ്പോൾ പുറത്ത് അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ അടുത്ത് പോയിട്ട് പറഞ്ഞു എഡ്വിനിക്ക് ആയിട്ടുണ്ട്, ഉണ്ണി ഇറങ്ങി വന്നിട്ടുണ്ട്, ഏകദേശം വികസിച്ച് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മളെ അഡ്മിറ്റ് ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വാർഡിലേക്ക് മാറ്റാൻ പോലും അവർക്ക് ഉള്ള ധൈര്യമില്ല. അപ്പം അത്ര ആയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വാർഡിക്കൊന്നും ഇപ്പോൾ മാറ്റണില്ല, ലേബർ റൂമിൽ തന്നെ കിടന്നോട്ടെ, ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് പ്രസവിക്കും, പക്ഷെ ഞാൻ പോവാണ്, അതായത് ആ ഡോക്ടർ ഷിഫ്റ്റ് ടൈമായിട്ട് വേറെ ഡോക്ടർ വരാൻ പോവാണ്. അപ്പോൾ പറഞ്ഞു ഞാൻ പോവാണ്, വേറെ ഡോക്ടർ വരും, ഡോക്ടർ എന്നിട്ടോ വരുന്നുണ്ടായിരുന്നേ. അല്ല അത് പറയണ്ട, അത് പറയണ്ട, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഡോക്ടറുടെ പേര് ഞാൻ കട്ട് ചെയ്തത് അതാണ് കേട്ടോ. അപ്പോൾ വേറൊരു ഡോക്ടർ വരും, ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല, ഈ രേണുക എന്ന് പറഞ്ഞ ഡോക്ടർ നല്ല ഡോക്ടറായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അല്ല എൻ്റെ അടുത്തും പറഞ്ഞു, പിന്നെ അമ്മയുടെ അടുത്തും പോയി പറഞ്ഞു, എനക്കില്ല എന്ന് നീ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്തു നോക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്രശ്നമില്ല, എനിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറി ആക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ എനിക്കില്ല എന്നുള്ളത് നീ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു വഴിയും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ എനിക്കും നന്നായി നോക്കാൻ പറഞ്ഞു. അതുപോലെ എനിക്ക് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്, 2 കൊല്ലം മുന്നേ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം അവിടുത്തെ സ്കിന്നൊക്കെ ചിലപ്പോൾ ഒട്ടിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയണത്. അപ്പോൾ പറഞ്ഞു ആ സ്കിന്നിങ്ങനെ ഒട്ടിയിട്ടായിരിക്കും, അപ്പോൾ ആ രാത്രി ടൈമിലൊക്കെ ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് എനക്കും നല്ല പോലെ ശ്രദ്ധിച്ചിട്ട് കറക്റ്റായിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ടൈമിൽ നല്ലോണം വിശക്കുണ്ടായിരുന്നു കേട്ടോ, ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ആ സമയത്തല്ല പോയത്, ഉച്ചയ്ക്ക് കഴിച്ചതാണ്. അപ്പോൾ എന്താ പറയുക, എനിക്ക് ഗ്ലൂക്കോസ് കയറ്റാൻ തുടങ്ങി. അപ്പോൾ ഗ്ലൂക്കോസ് കയറ്റി സമയത്ത് എൻ്റെ വിചാരം വേദന വരാനുള്ള മരുന്നുണ്ടല്ലോ അതാണോ കയറ്റണമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുത്തെ നേഴ്സിനോട് ചോദിച്ചു ഇതെന്ത് സംഭവം, വേദന വരാനുള്ളതാണോ? അപ്പോൾ നല്ല ഗ്ലൂക്കോസാ മോള് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കാൻ എന്ന് പറയുന്നത് പറ്റില്ല, കാരണം ചിലപ്പോൾ പ്രസവിക്കാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും കഴിക്കണം, അപ്പോൾ ഗ്ലൂക്കോസ് കയറ്റണതാണ്, വേറെ ഒന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഗ്ലൂക്കോസ് കയറുന്ന സമയത്തേക്ക് എനിക്ക് വിശക്കുണ്ടല്ലോ, അപ്പോൾ ഉണ്ണി അനങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം നല്ലോണം അനങ്ങുണ്ട്, നല്ലോണം വിശക്കണ സമയത്ത് നല്ലോണം അനങ്ങുമല്ലോ. അപ്പോൾ പറഞ്ഞു ഇപ്പം നല്ലോണം അനങ്ങുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പിന്നെ അനങ്ങുന്നുണ്ട്, അപ്പോൾ പിന്നെ വേറെ ടെൻഷനൊന്നുമില്ല, ബാക്കിയൊക്കെ കറക്റ്റാണ്, അപ്പോൾ പിന്നെ ഇന്നായാലും വലിയ കുഴപ്പമില്ല എന്നുള്ള സംഭവമായിട്ടാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ നാളെ പ്രസവിക്കുമായിരിക്കും, നാളെ രാത്രിയൊക്കെ ആകുമ്പോൾ പ്രസവിക്കുമായിരിക്കും എന്നാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഈ പറയണ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു 6 മണി 7 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പറയുന്ന സംഭവം നടക്കുന്നത്. അങ്ങനെ ഈ ഡോക്ടർ പോയിട്ട് ഞാൻ പറഞ്ഞ മറ്റേ ഡോക്ടർ വന്നു. അങ്ങനെ ഈ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് PV ചെയ്യാൻ വേണ്ടി കിടക്കാൻ പറഞ്ഞു. ഞാൻ ഭയങ്കര കൂളാണല്ലോ, ഞാനപ്പോൾ പോകുന്നു PV ചെയ്യാൻ വേണ്ടി കിടക്കുന്നു. അപ്പോൾ അവർ PV ചെയ്തിട്ട് ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ചർച്ച ചെയ്തു, ഈ കുട്ടിക്ക് നല്ല പോലെ. അപ്പോൾ ഈ ഡോക്ടർ എൻ്റെ അടുത്ത് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല കേട്ടോ. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവരുത്, നമ്മളൊരു പേഷ്യൻ്റ് നമുക്ക് എനിക്ക് വലിയ ടെൻഷനും പേടിയൊന്നും പക്ഷെ നല്ല പേടിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഒരു വാക്ക് മതി, നമ്മളെ കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ എന്തെങ്കിലും ഒരു വാക്ക് മതി, നമുക്ക് ഭയങ്കര സമാധാനമായിരിക്കും. പക്ഷേ ഈ ഡോക്ടർ എന്നെ മൈൻഡേ ചെയ്യണില്ല സത്യം പറഞ്ഞാൽ. അവർ ഡോക്ടർമാർ തമ്മിലുള്ള ചർച്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു ഈ കുട്ടിക്ക് നല്ലപോലെ ഓക്കെ സെറ്റാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം, അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ എനിക്ക് ഇന്ന് നാളെ രാത്രി പ്രസവിക്കായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് പുലർച്ചയ്ക്ക് ആകുമ്പോൾ പ്രസവിക്കായിരിക്കും, അങ്ങനത്തെ ഒരു സാധനമൊക്കെ എനിക്ക് വന്നു തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ ഇവർ വലിയൊരു കത്രയൊക്കെ കൊടുത്തിട്ട് വരുന്നു കൈസേ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതെന്ത് കത്രയൊക്കെ കൊടുത്തിട്ട് വരുന്നില്ല. ഞാൻ ഒന്നും അറിയില്ല, എനിക്ക് വേദനയെ എടുത്തില്ല. ആ ഒരു ഡോക്ടർ PV ചെയ്ത സമയത്ത് എനിക്ക് വേദനയെ എടുത്തിട്ടില്ല, കാരണം ഏകദേശം നമ്മുടെ സർവീസൊക്കെ വികസിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഒട്ടും അങ്ങനെ ഭയങ്കര അസ്വസ്ഥത ഉണ്ടായിരുന്നു, പക്ഷെ വേദന എടുത്തില്ല. അങ്ങനെ ഇവർ കത്രിക എടുത്ത് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ വെള്ളം പൊട്ടിച്ച് കളയില്ല അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അറിഞ്ഞേ ഇല്ല കേട്ടോ, ആ ഒരു കത്രിക യൂസ് ചെയ്തതൊന്നും വേദന ഒന്നുമില്ല, ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അത്ര തന്നെ. അങ്ങനെ വെള്ളം പൊടിച്ച് കളഞ്ഞിട്ട് വെള്ളം അങ്ങനെ പോണ പോലെ ഒരു ഫീൽ വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ സംഭവം, ഞാൻ ഒന്നും അറിയണില്ല. അപ്പോൾ ഈ ഡോക്ടറാണെങ്കിൽ ഒന്നും പറയണില്ല. അങ്ങനെ എന്നിട്ട് ഈ ഡോക്ടർ വാട്ടർ ബ്രേക്ക് ചെയ്തിട്ട് ആ ഡോക്ടർ പോയിട്ടാണ്. അപ്പോൾ ഈ നഴ്സുമാർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം എന്താ ഉണ്ടായി എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ആ ചേച്ചി ചിരിക്കുക, ചേച്ചി പറഞ്ഞേ ഒന്നുമില്ല, വെള്ളം പൊട്ടിച്ച് കളഞ്ഞതാണ്, ഏകദേശം ആയിട്ടുണ്ട്, അപ്പോൾ അത് കാരണം വെള്ളം പൊട്ടിച്ച് കളഞ്ഞതാണ് മോള്. അപ്പോൾ ഞാൻ ചുരിദാർ ഇവിടെ ഇട്ടിട്ട് പോയി ചുരിദാറാണല്ലോ കേട്ടോ. അപ്പോൾ പറഞ്ഞെടുത്ത് ഡ്രസ്സ് മാറിയിട്ട് ഇവിടുത്തെ യൂണിഫോം ഇടാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ യൂണിഫോം, അപ്പം ഞാൻ ഇന്ന് പ്രസവിക്കുമോ അങ്ങനെ ഒരു സാധനം എത്തിയിട്ട് എന്നിട്ട് എൻ്റെ ഡ്രസ്സ് അവർ എന്നെ മാറ്റി തന്നു. നല്ല നഴ്സുമാർ, പിന്നെ ക്ലീനിങ്ങിൻ്റെ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നില്ല, പണ്ടത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോലത്തെ ആൾക്കാരൊന്നും അല്ല കേട്ടോ, നല്ല ചേച്ചിമാരായിരുന്നു. എന്നിട്ട് ഈ ചേച്ചിമാർ എനിക്ക് ചുരിദാറൊക്കെ അവർ തന്നെ ഊതി തന്നു, ഈ യൂണിഫോം അവർ ഇടിപ്പിച്ചു. പിന്നെ നമ്മൾ തുണി എടുക്കണമല്ലോ, ഈ വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുണി എടുക്കണം. അപ്പോൾ അത് അവർ തന്നെ അവിടുത്തെ ക്ലീനിങ്ങിൻ്റെ ചേച്ചിയാണ് തുണിയൊക്കെ ഒളിപ്പിച്ച് തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ഈ ഒരു യെല്ലോ സോണിക്ക് കിടന്നോളാൻ പറഞ്ഞു. അതായത് നമുക്ക് വേദന ഒക്കെ വരുന്നവർ കിടക്കുന്ന ആ ഒരു സെക്ഷനിൽ അവിടേക്ക് എന്നെ കിടത്തി. അപ്പോഴൊന്നും എനിക്ക് വേദന ഒന്നും ഇല്ലാത്ത കേസ്. അങ്ങനെ ഞാൻ അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടാമത്തെ കുപ്പി ഗ്ലൂക്കോസ് കൊണ്ടു കയറ്റിട്ടുണ്ട്.
ഗ്ലൂക്കോസ് തരുന്ന സമയത്ത് അപ്പോഴും ഞാൻ ചോദിച്ചു ഇത് വേദന വരാനുള്ള മരുന്നാണ്. അപ്പോൾ പറഞ്ഞല്ല അത് ഗ്ലൂക്കോസ് കയറ്റണതാന്ന് പറഞ്ഞു. അങ്ങനെ ഈ വാട്ടർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം 8 മണി. അപ്പോൾ എൻ്റെ നേരെ എന്നെ ക്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റ് ടൈം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമായിരുന്നു. ടൈം ഒട്ടും പോകണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ക്ലോക്കിലേക്ക് നോക്കുന്നു, ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു 7 മണിയൊക്കെ സമയത്താണ് ഏകദേശം വാട്ടറൊക്കെ ബ്രേക്ക് ചെയ്ത് എന്നെ അങ്ങോട്ട് മാറ്റിയത്. അത് ഇനി ഒരു 8 മണിയൊക്കെ ആയ സമയത്ത് ഈ നേഴ്സ് ചേച്ചിമാർ വന്ന് ചോദിച്ചു മോളെ വേദനയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല വേദന ഒന്നും എടുക്കണില്ല. 1 മണിക്കൂറൊക്കെ ആയി ഏകദേശം. ഇല്ല ചേച്ചി വേദന ഒന്നും എടുക്കണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചിമാർക്ക് ഒരു ടെൻഷൻ ആയിട്ടാ, വേദന എടുത്തില്ലെങ്കിൽ എനിക്കറിയില്ല ഓപ്പറേഷൻ ചെയ്യുമായിരിക്കും, എനിക്ക് അറിയില്ല കേട്ടാ. അപ്പോൾ ഈ ചേച്ചിമാരെ അടുത്ത് പറഞ്ഞു നന്നായി പ്രാർത്ഥിച്ച് കിടക്കട്ടെ. അപ്പം എന്നെ കണ്ടിട്ട് പാവം തോന്നി അവർക്ക്. കാരണം തടിയില്ലല്ലോ, ചെറുതല്ലേ, അങ്ങനത്തെ ഒരു മൈൻഡ്. പിന്നെ ചെറിയ വയറാണ്. അപ്പോൾ ആ ചേച്ചിമാർക്ക് ഇങ്ങനെ ഒരു പാവം അങ്ങനത്തെ ഒരു മൈൻഡിലാണ് എന്നോട് സംസാരിച്ചത് കേട്ടാ. അപ്പോൾ അവർ പറഞ്ഞു മോള് നന്നായി പ്രാർത്ഥിച്ച് കിടക്കട്ടാ, പെട്ടെന്ന് വേദന വരാനും അതുപോലെ വേദന വന്നിട്ട് ആ വേദന സഹിക്കാനൊക്കെ ദൈവത്തിനോട് നന്നായി പ്രാർത്ഥിക്കട്ടാ, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കിടന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ പയ്യെ അങ്ങോട്ട് തിരിച്ചൊക്കെ കിടത്തി. അപ്പം എനിക്ക് യാതൊരു വേദനയൊന്നും വരുന്നില്ല. എന്നിട്ട് ഞാനിങ്ങനെ കിടന്നു. അങ്ങനെ കിടന്ന് ഒരു 9 മണി കറക്റ്റ് 1 മണിക്കൂറൊക്കെ 8:30 ഒക്കെ ആയപ്പോൾ തൊട്ട് എനിക്ക് വേദന എടുക്കാൻ തുടങ്ങി. അതായത് പീരീഡ്സിനൊക്കെ വേദനയുണ്ടല്ലോ, എന്നുവെച്ചാൽ വയറല്ല, ഒരു കാലുമ്മയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വേദന, അങ്ങനത്തെ ഒരു പ്രത്യേക പീരീഡ്സിന് സമയത്ത് എനിക്ക് ഭയങ്കര വയറുവേദന ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വേദന, അതായത് പീരീഡ്സ് ആവണേന് തലേദിവസമൊക്കെ നമുക്ക് വരില്ല, ആ ഒരു വേദനയാണ് എനിക്ക് വന്നിരുന്നത്. എനിക്ക് നല്ല വേദന പീരീഡ്സിൻ്റെ ടൈമിൽ ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു വേദന സഹിക്കാൻ പറ്റുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. നല്ല വേദന ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് എനിക്ക് അനുഭവമുള്ളൊരു വേദന, അങ്ങനത്തെ ഒരു വേദനയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വേദന എടുക്കുമ്പോൾ ഞാനിങ്ങനെ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ കേട്ടോ. ആ വേദന എടുക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സാധനം. അങ്ങനെ കുറച്ച് നേരം ആ ഒരു വേദന കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഗ്യാപ്പ് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ആ വേദന വരാം. അപ്പോൾ ഈ ചേച്ചിമാർ വന്ന് ചോദിച്ചു മോൾക്ക് വേദനയൊന്നും ഇല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയൊരു വേദനയുണ്ട്, പീരീഡ്സിൻ്റെ സമയത്തൊക്കെ നമുക്ക് വേദന വരില്ല, അങ്ങനത്തെ ഒരു വേദനയുണ്ട് എന്ന് പറഞ്ഞു. അതന്നെയാണ് ഇനിയിപ്പോൾ അത് കൂടും, പിന്നെ നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകാൻ പോണ പോലത്തെ അങ്ങനത്തെ ഒരു നല്ല വേദനയൊക്കെ വരും, അപ്പം പറഞ്ഞോളാട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറയാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു 9 മണി 9:15 ആവാൻ ടൈം ആയപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം വേദന എടുത്ത് തുടങ്ങി. അതായത് നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെയാണെങ്കിലും അത്യാവശ്യം നല്ല വേദന എടുത്ത് തുടങ്ങിയിട്ടാണ്. അപ്പോൾ ചോറിന് സൈഡിക്കാണ് ഞാൻ ചെരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ വേദന വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഇത്രേ എനിക്ക് വന്നിട്ടുള്ളൂ, എനിക്ക് ഓളിയൊന്നും. അപ്പം എൻ്റെ മനസ്സിൽ വലിയൊരു വേദന വരുമല്ലോ, അപ്പോഴായിരിക്കും എനിക്ക് ചിലപ്പോൾ ഭയങ്കര പ്രശ്നമൊക്കെ വരിക എന്നുള്ളത് ആലോചിച്ച് ഞാൻ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഈ ചേച്ചിമാർ വന്നിട്ട് എൻ്റെ വയറിങ്ങനെ ഞെക്കി നോക്കിയപ്പോൾ എൻ്റെ വയറിങ്ങനെ കല്ല് പോലെ, അതായത് വേദന അത്രയും വേദന ഉള്ളപ്പോൾ അത്ര അങ്ങനെ കല്ല് പോലെ ആവാം. അപ്പോൾ ഈ ചേച്ചിമാർ വന്നിട്ട് പറഞ്ഞു മോൾക്ക് നല്ല വേദന ഉണ്ടല്ലോ, എന്നിട്ട് എന്താ പറയാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല സഹിക്കാൻ പറ്റുന്ന വേദന, നല്ല വേദന വന്നിട്ടില്ല എന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ചേച്ചിമാർ പറഞ്ഞു ഇല്ല വയറ് നല്ല ഇതായിട്ടിരിക്കണ്ടല്ലോ, നല്ല വേദന ഉണ്ടല്ലോ, ഞങ്ങൾ PV ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ PV ചെയ്തു. അപ്പോൾ PV ചെയ്യുമ്പോൾ നമ്മൾക്ക് ടെൻഷനൊന്നുമില്ല, വേദന ഉണ്ട് കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു സംഭവത്തിലൊക്കെ ആയിട്ട് നമ്മളതങ്ങനെ അതിനോട് ഒരു മാച്ചായി പോകും നമ്മൾ. കാരണം എന്തായാലും പ്രസവിച്ചേ പറ്റും, അങ്ങനത്തെ ഒരു ഞാൻ പറഞ്ഞില്ലേ മരവിച്ച പോലത്തെ അങ്ങനെ എന്തോ ഒരു ഇതിലേക്ക് എത്തും നമ്മൾ. അങ്ങനെ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവർ PV ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു ഇത്ര സെൻറ്റിമീറ്റർ വികസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. മോളെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദന വരുമ്പോൾ കറക്റ്റായിട്ട് പറയണം കേട്ടോ, പറയാതിരിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു 9:10 മണിക്കായ സമയത്തേക്ക് നല്ല വേദന എടുത്ത് തുടങ്ങി. നല്ല വേദന വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റിലേക്ക് പോകാൻ പോണ പോലത്തെ അങ്ങനത്തെ ഒരു ഫീല്. പിന്നെ കാല് മൊത്തം വേദന. അപ്പോഴും എനിക്ക് വയറ് ഭയങ്കര വേദന ഇല്ല കേട്ടോ. അതൊരു അത്യാവശ്യം ടൈം ഇങ്ങനെ നിൽക്കും, അതിൻ്റെ ഗ്യാപ്പ് വരുന്നത് കുറച്ച് ടൈം ഗ്യാപ്പ് വരുള്ളൂ. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചേച്ചി വേദന എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടാ. ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴും ഓളിടി അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. എൻ്റെ വിചാരം വലിയ സാധനം ഇനിയും വരുന്നുണ്ടെന്നാണ്. അങ്ങനെ ചേച്ചി എനിക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചിമാർ വന്നിട്ട് വേദന ഉണ്ടാ ഓക്കെ, അവർ ഗ്ലൗസ് ഒക്കെ ഇട്ട് PV ചെയ്യാൻ വന്നു. അങ്ങനെ ഒരു 5-6 വട്ടം PV ചെയ്തു കേട്ടാ. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് PV ചെയ്യും. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ ഭയങ്കര വേദന ഒന്നും എടുത്തില്ല, സഹിക്കാൻ തന്നെ ഒരു സംഭവം. പിന്നെ ഒരു അസ്വസ്ഥതയാണ് ഉണ്ടാവുക. അപ്പോൾ അവർ PV വന്ന് ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞു ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ ആയിട്ടുണ്ട്, കുറച്ചും കൂടി ടൈം കഴിഞ്ഞ് നല്ലോണം ഒരു നമുക്കിങ്ങനെ മുക്കാനൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും, ആ ഒരു ഇതാവുമ്പോൾ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവർ പോയി. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു മോളെ വേദന എടുക്കണില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട് നേരത്തെ പോലെ തന്നെ. അപ്പോൾ എനിക്ക് വയ്യാണ്ടൊക്കെ നല്ല വേദന എടുത്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല വേദന ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി വന്നിട്ട് PV ചെയ്ത് നോക്കി പറഞ്ഞു 2 നേഴ്സുമാരാണേ. അപ്പോൾ ഈ PV ചെയ്യുന്ന നേഴ്സ് മറ്റേ നേഴ്സിനടുത്ത് പറയാം ഒരു 5ാമത്തെ PV അങ്ങോട്ട് ആയപ്പോഴാട്ടാ പറയണേ നിനക്ക് നല്ല വേദന ഉണ്ടല്ലോ. അവരുടെ എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരുന്നു കേട്ടാ, നിനക്ക് നല്ല വേദന ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെ പറയാം വേദനയുണ്ട്, നല്ല വേദനയുണ്ട് എന്നിങ്ങനെ പറയാം. അപ്പോൾ അവർക്ക് അത്ഭുതം, കാരണം അത്രയും വേദന എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിടാണ്ടിരിക്കണം അങ്ങനത്തെ സാധനം. പക്ഷെ എൻ്റെ മൈൻഡിൽ ഇനിയും സാധനം വരാതിരിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ഇരിക്കണം കേട്ടാ. വേദനയുണ്ട് ഇല്ല എന്നല്ല കേട്ടോ, നല്ല വേദനയുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ ഓളിടാം അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇവർ പറഞ്ഞു മോള് ഇനി ഇവിടെ കിടക്കണ്ട, എന്താ പറയുക അകത്തേക്ക് കിടന്നു. അതായത് പ്രസവം എടുക്കണ ആ ഒരു
ബെഡ് ഉണ്ടല്ലോ ഉള്ളിലത്തെ റെഡ് സോണും വേണ്ട അവിടേക്ക് കിടന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നടക്കണം എന്നുണ്ട്, കാരണം നമുക്ക് ഒരു പ്രത്യേക, ഞാൻ പറഞ്ഞല്ലോ എല്ലാ വേദനയും കൂടി ഒരുമിച്ച് വന്നിട്ടുള്ളൊരു വേദനയാണ് വരിക. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒന്ന് ഏറ്റിരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് നടക്കണമല്ലോ, അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ട് എനിക്ക് ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം. അങ്ങനെ നമ്മൾ അത്രയും നേരം കിടക്കലായിരുന്നേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഞാൻ നുണ പറഞ്ഞേ. ഞാൻ പറഞ്ഞു എനിക്ക് ബാത്റൂമിൽ പോകണം, എനിക്ക് ഒന്നിന് പോകണം എന്ന് ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെടുത്തറിയും, എനിക്ക് ചിരി വരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറയണ കേട്ടോ, കാരണം അവിടെ തൊട്ടടുത്ത് തന്നെ ബാത്റൂം ഉണ്ട്. അപ്പം എനിക്ക് ഒന്നിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെടുത്ത് വയ്ക്കും, മറ്റേ നേഴ്സിനടുത്ത് യൂറിൻ പാസ് ചെയ്യണമെന്ന്, മറ്റേ ട്യൂബ് എടുത്തിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ പറഞ്ഞിട്ട് ഇന്ന ട്യൂബ് എടുത്തിട്ട് വാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പണ്ടാരം വേണ്ടായിരുന്നു, കാരണം എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഒപ്പം പഠിച്ച +2 പഠിച്ച കുട്ടികൾ, അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. അവൾ ഡെലിവറി സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഡെലിവറി സ്റ്റോറിയിൽ എനിക്ക് ഓർമ്മയുണ്ട് അവൾ പറഞ്ഞത് ഇതുപോലെ യൂറിൻ പോകാൻ വേണ്ടി ട്യൂബ് ഇടും, ഭയങ്കര വേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സാധനം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്യൂബ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നിട്ടാ, ദൈവമേ ട്യൂബ് ഇടാന്ന് വെച്ചാൽ നല്ല വേദനയുള്ള സംഭവമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല വലിയ വേദന ഇല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടാ. ഞാൻ എൻ്റെ വിചാരം ബാത്റൂമിലേക്ക് വിടുന്ന വെച്ചിട്ടാണ്, നമുക്കപ്പോൾ നടക്കാമല്ലോ, ആ ഒരു സാധനത്തിലാണ് ഞാൻ പറഞ്ഞെങ്കിലും ഇവർ ട്യൂബ് എടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി വലിയ വേദന ഇല്ല കേട്ടോ, അല്ല വേദന ഇല്ല എന്നല്ല, വലിയ ബുദ്ധിമുട്ടില്ല, എനിക്ക് പിടിച്ചിക്കാൻ പറ്റൂട്ടോ യൂറിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ലടാ നമുക്ക് യൂറിൻ എന്തായാലും പോകണം, പിന്നെ തനിക്കിപ്പോൾ നല്ലപോലെ ഇറങ്ങിയ കാരണം കൊണ്ട് നമുക്ക് ബാത്റൂമിലേക്ക് വിടാൻ പറ്റില്ല, അത് കാരണം കൊണ്ട് നമുക്ക് ട്യൂബ് ഇട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടു, ഇനിയിപ്പോൾ ഈ വേദന കേട്ടോ കൂടെ ആ വേദന കൂടി സഹിക്കണമല്ലോ എന്ന് വെച്ചു. പക്ഷേ വേദന എടുത്തു, ഒരു ചാടി വൃത്തിയിട്ട വേദന, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത വേദന ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. സാധാ ട്യൂബാണ്, എനിക്ക് തോന്നുന്നു അവൾ പറഞ്ഞത് വേറെ ട്യൂബിൻ്റെ കാര്യം തോന്നി, എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ ഒരു ബലൂൺ പോലത്തെ ട്യൂബ് എന്നൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട്, ഞാൻ സംഭവം കണ്ടിട്ടില്ല. ഇത് സാധാ ഒരു ട്യൂബാണ് ഇട്ടേ. അപ്പോൾ എനിക്ക് ഒരു വൃത്തികെട്ടൊരു വേദന, ചെറിയൊരു വേദന, അത് ഇട്ട് കഴിഞ്ഞ് പിന്നെ അറിഞ്ഞേ ഇല്ല, അങ്ങനെ ഒരു ട്യൂബ് അവിടെ ഉള്ളതേ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പോൾ ട്യൂബ് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ സമാധാനമായി. എന്നിട്ട് അവരെന്നെ റെഡ് സോണിലേക്ക്, അതായത് ആ ബെഡിലേക്ക് കിടത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ, എന്താ പറയുക, ഡോക്ടർ ഇല്ല കേട്ടോ. അപ്പോൾ ഈ നഴ്സുമാർ 2-3 നഴ്സുമാരും പിന്നെ മെയിൻ നഴ്സുമാർ PV ഒക്കെ ചെയ്യണ അങ്ങനത്തെ മെയിൻ നഴ്സുമാർ, പിന്നെ പഠിക്കുന്ന 2-3 ചേച്ചിമാർ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് എന്നെ അവിടെ കിടത്തി കഴിഞ്ഞിട്ട് അപ്പോഴേക്കും എനിക്ക് നല്ല വേദന എടുത്ത് തുടങ്ങി. നല്ല വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വേദന എടുത്ത് തുടങ്ങി, എല്ലാ വേദനയും കൂടി. അതായത് ടോയ്ലറ്റിൽ പോകാൻ മുട്ടണ ആ ഒരു ഫീല്, പിന്നെ നമുക്കിങ്ങനെ കാലിങ്ങനെ പറഞ്ഞു പോണ പോലത്തെ ഒരു ഫീല്, എന്താ പറയുക, അങ്ങനത്തെ ഒരു തണ്ടലൊക്കെ അങ്ങനെ വേദന എടുത്തിട്ട് അങ്ങനത്തെ ഒരു പ്രസവ വേദന, ആ ഒരു വേദന എനിക്ക് വരാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഊളി ഇടുന്നില്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഒരു സാധനം വരുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു നല്ല വേദനയുണ്ട്, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീല്, അങ്ങനത്തെ ഒരു എക്സ്പ്രഷനായിരുന്നു എൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഞാൻ എക്സ്പ്രഷൻ ഇടക്കാണ് കാണിക്കാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കാണുമ്പോൾ മനസ്സിലാവും ഏകദേശം എത്ര വേദനയുണ്ട്, എത്ര ആയി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ നേഴ്സുമാരെ വിളിച്ച് പറഞ്ഞു ഡോക്ടറെ എഡ്വീന എന്ന് പറഞ്ഞ പേഷ്യൻറ്റിനെ അത്യാവശ്യമായിട്ടുണ്ട്, നമ്മൾ ഇവിടെ ബെഡിൽ കിടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഡോക്ടറെ വരാൻ പറഞ്ഞു. അപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് തന്നെ ഡോക്ടർ എത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ, അപ്പോൾ അവരൊന്നും നമ്മളെ പിന്നെ ആ സമയത്തൊന്നും നമ്മളെ തൊടണേ ഇല്ല, കാരണം നമ്മൾ തന്നെ വേദനയും നമുക്ക് തന്നെ വരണമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നല്ല വേദന കഴിഞ്ഞപ്പോൾ തോളി എനിക്ക് വരുന്നില്ല, പക്ഷെ നല്ല വേദനയുണ്ട്, അങ്ങനത്തെ ഒരു സംഭവത്തേക്ക് എനിക്ക് എത്തി. അതുവരെ ഞാനിങ്ങനെ വേദനയുണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നല്ല തലയൊക്കെ പെരുത്ത പോലത്തെ അങ്ങനെ വേദന ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോഴും എൻ്റെ കണ്ണിൽ നിന്നൊന്നും വെള്ളം വന്നില്ല, അങ്ങനെ കരച്ചിൽ വരണ, സങ്കടം വരണ അങ്ങനത്തെ വേദന ഇല്ല നമുക്ക്, ഒരു പ്രത്യേക ഒരു സാധനം തന്നെയാണ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടാക്കും, സൗണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ ആക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ പുഷ് ചെയ്തോ. പിന്നെ അവർ എനിക്ക് ചെറിയ വയറായതുകൊണ്ട് സാധാരണ നമ്മൾ വയറുമ്പോൾ പിടിച്ചിട്ടാണല്ലോ പുഷ് ചെയ്യുക, വയറിങ്ങനെ പിടിച്ചിട്ടാണ് പുഷ് ചെയ്യുക. പക്ഷേ എനിക്ക് നല്ല കുഞ്ഞ് വയറായതുകൊണ്ട് നമ്മൾ പാദസര ഇടുന്ന സ്ഥലം ഉണ്ടല്ലോ, പാദസര ഇടുന്ന നമ്മുടെ കാലിൻ്റെ പാദം ഉണ്ടല്ലോ, അവിടെ പിടിച്ചിട്ടാണ് എൻ്റെ അടുത്ത് പുഷ് ചെയ്യാൻ പറഞ്ഞത്. കാരണം എനിക്ക് വയറില്ല പിടിക്കാൻ, പുഷ് ചെയ്യാൻ്റെ വയറില്ല, ചെറിയ വയറാണല്ലോ. അപ്പോൾ എൻ്റെ കാലുമ പിടിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ആ കാലുമ നമ്മൾ പാദസരം പിടിക്കുന്ന സ്ഥലത്ത് പിടിച്ചിട്ട് നന്നായി പുഷ് ചെയ്തോ, ഇയാൾക്ക് ഓക്കെയാണ്, എല്ലാം സെറ്റാണെന്നൊക്കെ പറഞ്ഞോട്ടാ. അപ്പോൾ നഴ്സുമാരും പറഞ്ഞു കുറച്ചുകൂടി ഒന്ന് ശ്രമിച്ചാൽ മതി, നമുക്ക് ഉണ്ണിയുടെ മുടി വരെ കാണാമെന്നൊക്കെ അവരിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്, ഉണ്ണിയുടെ മുടി വരെ കാണാം, നന്നായിട്ട് ഒന്നുകൂടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സാധിപ്പോൾ ഞാനിങ്ങനെ നല്ലപോലെ പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ശ്വാസം മുട്ടാ, അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ പുഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ശ്വാസം എടുക്കില്ല, ആ ടൈം ആകുമ്പോൾ എന്താ പറയുക റിലാക്സ് ആവുക, വേദന ഇങ്ങനെ പോവുക. അപ്പോൾ വേദന ഇങ്ങനെ പോകുമ്പോൾ റിലാക്സ് ആവുന്ന സമയത്ത് അറിയാലോ ഉണ്ണി അങ്ങനെ വരില്ലേ പുറത്തേക്ക്. അപ്പോൾ അവർ പറഞ്ഞു ശ്വാസം വിടാണ്ട് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യും, ഒരൊറ്റ വട്ടം കൂടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഈ 2 നേഴ്സുമാരും വന്ന് എൻ്റെ വയറിങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ആക്കി, കാരണം ഇങ്ങനെ പുഷ് ചെയ്യാനായിട്ട് എനിക്ക് വലിയ വയറില്ല, അപ്പോൾ അവർ ഇങ്ങനെ ഉടക്കില്ലേ അതേപോലെ. അപ്പോൾ എനിക്ക് ഈ വേദനയുടെ കൂടെ ഇതും കൂടി ആക്കുന്ന സമയത്ത് വേദനയില്ല എന്തൊക്കെയോ ഒരു പോലെ. അപ്പോൾ നമുക്കുണ്ടല്ലോ മൈൻഡിൽ എങ്ങനെയെങ്കിലും ഉണ്ണി പുറത്ത് വരണം, അങ്ങനെയാവും നമ്മുടെ മൈൻഡിൽ. എങ്ങനെയെങ്കിലും നല്ല വേദന ഉണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന്
എങ്കിലും ഉണ്ണി പുറത്തേക്ക് എത്തിയാൽ മതി അങ്ങനത്തെ സാധനം വന്നിട്ട് ഞാൻ നല്ല പോലെ ഇങ്ങനെ പുഷ് ചെയ്ത് ശ്വാസം ഒന്നും വിടാണ്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ഉണ്ണി പുറത്തേക്ക് വന്നു. പെട്ടെന്ന് ഉണ്ണി പുറത്ത് വന്നു. പെട്ടെന്ന് നമ്മുടെ വേദന പോകും. അതായത് ആ ഒരു പ്രഷർ അങ്ങനെ പെട്ടെന്ന് പോയിട്ട് നമ്മളിങ്ങനെ കൂളായി ആ ഒരു വേദന അങ്ങോട്ട് പോകുന്നുണ്ട് പൂട്ടാ കേസ്. എന്നിട്ട് ഉണ്ണി പുറത്ത് വന്നു കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഉണ്ണിയെ എടുത്തിട്ട് എൻ്റെ മേത്തിങ്ങനെ വെച്ചു. എന്നിട്ട് എൻ്റെ 2 കൈ കൊണ്ട് ഉണ്ണിനെ മേത്തിങ്ങനെ പിടിച്ചുട്ടാ. എന്നിട്ട് അപ്പം എനിക്ക് ഇങ്ങോട്ടാണ് വന്നിട്ടാ പുറത്ത് വന്നപ്പോൾ തന്നെ. അപ്പം ചേച്ചിമാർ പറഞ്ഞു പെണ്ണുണ്ണിയാണ്. അപ്പോൾ കൈസേ എൻ്റെ മനസ്സിൽ ഞാൻ ലഡ്ഡു പൊട്ടിച്ചിട്ട്, കാരണം എനിക്ക് പെണ്ണുണ്ണി അത്ര ജീവനാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം മുതൽ എൻ്റെ അടുത്ത് കാണുന്നവരും കാണാത്തവരും എല്ലാവരും വിളിക്കുന്നവരും മെസ്സേജ് അയക്കുന്നവരൊക്കെ പറഞ്ഞത് എന്താണെന്നറിയോ, ആണുണ്ണിയാണ്. അവർക്ക് അവരുടെ മൈൻഡിൽ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ആണുണ്ണിയാണ്. വയറ് കാണാണ്ട് തന്നെ അവർ പറയും നിനക്ക് ആണുണ്ണി അടി അങ്ങനെ പറയും. അപ്പം അങ്ങനെ പറഞ്ഞ് എൻ്റെ മൈൻഡിലും ചേട്ടൻ്റെ മൈൻഡിലൊക്കെ ആണുണ്ണിയാണ് അങ്ങനത്തെ ഒരു സാധനം എത്തിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റൊക്കെ ഇപ്പോൾ എനിക്ക് 100% ഉറപ്പിച്ചിട്ട് ആണുണ്ണിയാണെന്നൊരു സംഭവം ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ. എനിക്ക് ആകെ ഒരൊറ്റ അനിയത്തിയുള്ളൂ കേട്ടോ, എൻ്റെ വലിയച്ഛൻ്റെ മോള്. എനിക്ക് പെണ്ണുണ്ണിന്ന് അനിയത്തി പെണ്ണുണ്ണി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പെണ്ണുണ്ണി ആവണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ആണുണ്ണിയാണല്ലോ അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷെ പെണ്ണുണ്ണി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ പെണ്ണുണ്ണിയാ അങ്ങനത്തെ എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം എൻ്റെ മൈൻഡിൽ ഫുള്ള്. പക്ഷെ എനിക്ക് ഉണ്ണിനെ കാണിച്ചു തന്നില്ല ആ സമയത്ത്. എനിക്ക് മുഖമൊന്നും കാണിച്ചു തന്നിട്ടില്ല. അവർ എൻ്റെ മെത്തി വെച്ച് അപ്പം തന്നെ ഉണ്ണിനെ എടുത്ത് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരട്ടെ അങ്ങോട്ട് കൊണ്ടുപോയെങ്കിലും പിന്നെ എനിക്കപ്പം കൊണ്ടുവന്നില്ല. എന്നിട്ട് പെണ്ണുണ്ണി അപ്പം ഞാനിങ്ങനെ എന്താ പറയുക സന്തോഷിച്ചിങ്ങനെ ചിരിക്ക് അങ്ങനെയല്ല കേട്ടോ ഗൈസ്. മനസ്സിൽ എനിക്ക് ഭയങ്കര എന്തൊക്കെ ശിങ്കാരിമേള ഞാൻ കൊട്ടിയെങ്കിലും പുറത്ത് ചത്ത് പോലെയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വേദന ഇങ്ങനെ പോയിട്ട് നമ്മളിങ്ങനെ തളർന്നു പോയ പോലെ ഞാൻ ഇങ്ങനെ കിടക്കുന്നു കേട്ടോ, വിയർത്ത് കുളിച്ചിട്ട് നല്ല ചൂടെടുത്തിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചൂടെടുക്കുന്നുണ്ട് അങ്ങനെ എന്ന് വെച്ചാൽ അത്രയും ചൂടെടുത്തിട്ട് ഞാൻ അങ്ങനെ കുഴഞ്ഞ് പോണ പോലെ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ചൂട്. അപ്പോൾ അവർ AC കൂട്ടിയിട്ടു കേട്ടോ. എന്നിട്ട് AC കൂട്ടിയ സമയത്തേക്ക് നല്ലോണം തണുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു തണുക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിച്ചിട്ട് AC കുറച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം അത്രയും ഇളതായി പോയില്ലോ അങ്ങനെ. അപ്പോഴാണ് ഡോക്ടറുടെ ഒരു സൗണ്ടിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സൗണ്ട് കേൾക്കണം. അപ്പം ഞാൻ വെച്ചാൽ നമ്മൾ തലോണം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇരിക്കുമല്ലോ കിടക്കില്ല അങ്ങനത്തെ ഒരു പൊസിഷനിലാവുമല്ലോ നമ്മൾ ഇരിക്കണ്ടാവുക. അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ നമ്മളിങ്ങനെ കിടക്കായിരുന്നു. അപ്പോഴാണ് ഡോക്ടർ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തിക്കും തിരക്കും ബഹളമൊക്കെ അവിടെ കാണുന്നു നേഴ്സുമാരും അങ്ങനെയൊക്കെ. അപ്പോൾ ഉണ്ണീനെ കൊണ്ടുപോയി. അപ്പോഴാണ് ഞാൻ കഴിഞ്ഞില്ലേ തേങ്ങ ഇനിയാണല്ലോ സ്റ്റിച്ച് ഇടണ സംഭവം ഉണ്ടല്ലോ, സ്റ്റിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞെന്ന് അറിയാം. ആ സ്റ്റിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ സംഭവം സമാധാനം അങ്ങനെ ഞാൻ വെച്ചിട്ട് ഇരിക്കണ്ടായിരുന്നു. അപ്പോഴാണ് ഇവിടെ തിക്കും തിരക്കും ബഹളം ഇതൊക്കെ ഇന്ത്യയിലും ബ്ലീഡിങ് നല്ല പോലെ ഉണ്ടല്ലോ എന്നൊക്കെ കൊണ്ട് അവരിങ്ങനെ ചർച്ച ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും കഴിഞ്ഞില്ല തേങ്ങയുടെ മൂട്. അപ്പോൾ ഈ ഒരു മനസ്സിലത്തെ ലഡ്ഡുമൊക്കെ പൊട്ടിയതൊക്കെ പോയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതായി മൈൻഡിൽ ഇതെങ്ങനെയെങ്കിലും കഴിയണം. ഈ സ്റ്റിച്ച് ഇടുന്ന പരിപാടിയിലും കഴിഞ്ഞാൽ നമുക്ക് സമാധാനം എന്നുള്ള ഇതിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ സ്റ്റിച്ച് ഇടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വേദന എടുത്തു. ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്ക് ആ ഒരു പ്രസവ വേദന ആലോചിക്കുമ്പോഴത്തേക്കാട്ടിലും എനിക്ക് പേടി ആ ഒരു സ്റ്റിച്ച് ഇടുന്ന വേദന. എനിക്ക് നല്ല വേദന എടുത്തു. ആ സമയത്ത് എനിക്ക് 2 വട്ടം തെറിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ എനിക്ക് ലീവ് തന്നിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് വേദന ഉണ്ടായി. ഫസ്റ്റത്തെ വട്ടം തന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ സ്റ്റിച്ച് ഇടുന്ന സമയത്ത് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഞാൻ വേദന എടുത്തിട്ട് സൗണ്ട് ഉണ്ടാക്കി തുടങ്ങിയിട്ട് അതുവരെ ഞാൻ സൗണ്ടേ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ലേബർ റൂമിൽ എൻ്റെ തരി സൗണ്ട് കേട്ടിട്ടില്ല. ഞാൻ ഇങ്ങനെയൊന്നും നോക്കുന്നുണ്ടായിരുന്ന കേസ് എൻ്റെ ഒരു തരി സൗണ്ട് കേട്ടിട്ടില്ല അവർ. പക്ഷേ ഈ ഒരു സ്റ്റിച്ച് ഇടുന്ന സമയത്ത് എനിക്ക് ഞാൻ പറയാമല്ലോ നല്ല വേദന എടുത്തു. അങ്ങനെ എനിക്ക് രണ്ടാമത്തെ ഉള്ളിൽ ഇഞ്ചക്ഷൻ തന്നു, ധരിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ. അപ്പോഴും എനിക്ക് വേദന ഉണ്ടായിരുന്നു ഉള്ളിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കേട്ടോ. നമുക്ക് ശരിക്കും അവരിങ്ങനെ സ്റ്റിച്ച് ഇടുമ്പോൾ വലിക്കില്ല, അതൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ വേദന എടുത്തിട്ട്. ഉള്ളിലത്തെ അത്യാവശ്യം വേദന ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നല്ല വേദന ഉണ്ടായിരുന്നെങ്കിലും പുറത്ത് സ്റ്റിച്ച് ഇട്ടത് എൻ്റെ കിളി ശരിക്കും പോയിട്ടുണ്ടായി ഗൈസ്, അത്ര വേദന. അപ്പോൾ ആ സമയത്ത് എൻ്റെ അവിടെ ഉണ്ടായിരുന്ന നേഴ്സ് ചേച്ചി വന്നിട്ട് എൻ്റെ ഇങ്ങനെ 2 കൈ കൊണ്ടുണ്ടല്ലോ ഇങ്ങനെ പിടിച്ചു. അയ്യോ എനിക്ക് ആ സമയത്ത് ഭയങ്കര ഒരു സമാധാനം എന്ന് വെച്ചാൽ ഒരാൾ നമുക്കങ്ങനെ ആ സമയത്ത് ഒരു എന്താ പറയുക എനിക്കറിയില്ല അത് എന്താ ഇങ്ങനെ പറയാമെന്ന്. ആ ചേച്ചി വന്നിട്ട് പറഞ്ഞു മോളെ പുറത്ത് സ്റ്റിച്ചിടാൻ പോവാണ്, കുറച്ച് വേദന എടുക്കും, ചേച്ചിക്ക് അറിയാം നല്ല വേദന ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഇതും കൂടി കഴിഞ്ഞു അതും കൂടി ഒന്ന് മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെറ്റിയുമ്പോൾ ഇങ്ങനെ അമർത്തി ഇങ്ങനെ പിടിച്ചുട്ടാ. അപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം. ഈ ഡോക്ടർ ഒരു അക്ഷരം എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല കേട്ടോ. അപ്പോഴും കേസ് നിങ്ങൾ ആലോചിക്കണം, ഡോക്ടർ ഒരു മയമില്ലാത്ത പോലത്തെ ഒരു ഡോക്ടറായിരുന്നു. അങ്ങനെ പുറത്ത് സ്റ്റിച്ചിട്ടത് എനിക്ക് നല്ല വേദന എടുത്തു. ഞാൻ അത് അനുഭവിക്കാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞിരുന്ന ഒരു സൂചി എടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇപ്പോൾ കൈമേലാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ എടുക്കില്ലേ, എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ എന്തോരം നമ്മൾ വേദന എടുക്കും, അത്ര വേദന നല്ല വേദന എടുത്തു. ഞാൻ ആ ഒരു സൗണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും അത്ര സൗണ്ട് ഉണ്ടാക്കിയുള്ളൂ, എന്നാലും ഞാൻ അത്ര സൗണ്ട് ഉണ്ടാക്കി.
എന്നിട്ട് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എത്ര സ്റ്റിച്ച് 3-4 സ്റ്റിച്ച് ഉണ്ടാവും തോന്നുന്നു, 4-5 സ്റ്റിച്ച് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ആ ഒരു സ്റ്റിച്ച് ഇട്ട സമയത്ത് ഞാൻ ഓരോ സ്റ്റിച്ച് ഇടുമ്പോൾ ഞാൻ ഈ നേഴ്സ് ചേച്ചി ചോദിക്കുക കഴിഞ്ഞാന്ന് ചോദിക്കുന്നു. കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല നല്ല വേദന എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നേഴ്സ് ചേച്ചി പറഞ്ഞു ഇല്ല കഴിയാറായി എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റിച്ച് ഇടൽ കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ മോളെ, സ്റ്റിച്ചിട്ട് കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, ഇനി മോളെ ഞാൻ റൂമിലേക്ക് മാറ്റാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായിട്ടാണ്. ഈ സ്റ്റിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അവിടെ വേദന ഇല്ല, അത് സ്റ്റിച്ച് ഇടുന്ന ആ ഒരു വേദന ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളെ റൂമിലേക്ക് മാറ്റി. അപ്പോഴും ഞാൻ ഉണ്ണിനെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ ഈ നേഴ്സ് ചേച്ചിമാർ വന്നിട്ട്, ഇവിടെ അമ്മയുണ്ടായിരുന്നു, നമ്മുടെ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സമ്മതിച്ചു കേട്ടോ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഞാൻ വലിയ പുള്ളി അങ്ങനെയൊക്കെ ആയിട്ടാ കേസ്. കാരണം നമ്മളൊരാൾക്ക് പുറത്തി പറയുമ്പോൾ നമുക്ക് ഒരു സാധനം വരില്ലോ. കാരണം ഇത്രയും വേദന സഹിച്ചിട്ട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാവുമല്ലോ. അപ്പോൾ അവർ എന്നിട്ട് പറഞ്ഞു ഇവളെ സമ്മതിച്ചിട്ടു. കാരണം ഇവളെ കണ്ടു കഴിഞ്ഞാൽ പറയില്ല ഇവൾ ഇത്ര വേദന സഹിക്കുന്നു. വന്ന സമയത്ത്, അതായത് ഞാൻ ലേബർ റൂമിലേക്ക് വന്ന ആ ഒരു ടൈമിൽ ഇവർ പറഞ്ഞു ഒന്ന് നല്ല കാറി പൊളിക്കുന്നു തോന്നുന്നുണ്ട്. കാരണം ഞാൻ അത്ര തടി കുറവാണ്, കാണുമ്പോഴും ചെറുതാണ്, നല്ല ഓളിടലൊക്കെ ഉണ്ടാവും എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറയും ഇവളെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രയും സഹിക്കുന്നു വിചാരിച്ചില്ല. ഒരു സൗണ്ട് ഇവളെ ഉണ്ടാക്കിയില്ല കേട്ടാ. ഞങ്ങൾ ഒരു രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. പിന്നെ ഭാഗ്യമാണ് ഇവളെ. കാരണം നിങ്ങൾ ആലോചിക്കും, ഞാനൊരു 6 മണി സമയം, ഒരു 8 മണി സമയം തൊട്ടിട്ടാണ് ഞാൻ വേദന ചെറിയതായിട്ടെങ്കിലും വേദന സ്റ്റാർട്ട് ആയത് എനിക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു 12:09 ഉണ്ണി ഉണ്ടായിട്ട്, അത് ഞാൻ പറഞ്ഞില്ലല്ലേ, പുലർച്ചെ ഒരു 12:09 ഉണ്ണി ഉണ്ടായിട്ട്. അപ്പോൾ ഒരു 10 മണി 10:30 ആയപ്പോൾ തൊട്ടാണ് എനിക്ക് നല്ല വേദന എടുത്ത് തുടങ്ങിയത്. കൂടിപ്പോയി ഒരു 2.5 മണിക്കൂറാണ് ഞാൻ അത്രയും വേദന സഹിച്ചിട്ടുള്ളൂ. കാരണം ബാക്കിയുള്ളവരൊക്കെ പകല് അല്ലെങ്കിൽ രാത്രിയും ഒരു ദിവസം മൊത്തമൊക്കെ വേദന അത്രയും അനുഭവിച്ച് സഹിച്ചിട്ട് പ്രസവിക്കുന്നവരുണ്ട്. എനിക്ക് കൂടിപ്പോയി 2.5 മണിക്കൂർ ഞാൻ വേദന തിന്നിട്ടുണ്ടാവും. അത്രയും ഞാൻ തിന്നിട്ടുള്ളൂ എന്ന് ആലോചിക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഈ കുട്ടിയുടെ ഭാഗ്യമാണ് കേട്ടോ, ദൈവം കൂടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ, ദൈവം കൂടുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരിങ്ങനെ വന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഈ ഇഞ്ചക്ഷൻ തന്നതിൻ്റെ ഇങ്ങനെ മയക്കത്തിലാണ് കേട്ടോ. പക്ഷെ എന്നാലും എനിക്ക് മയക്കത്തിൽ ഭയങ്കര സന്തോഷമൊക്കെ ആയി. അങ്ങനെ ഉണ്ണിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടു. അപ്പോഴാണ് ഞാൻ ഉണ്ണിനെ കാണുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോ ഞാൻ അവിടെ ആഡ് ചെയ്യാൻ ഞാൻ നോക്കട്ടെ കേട്ടോ. അത് എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കട്ടെ, അവളോട് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്യാറ്. അപ്പോൾ ഞാൻ എൻ്റെ ഇതിനോട് ചോദിച്ചിട്ട് ഞാൻ ഫോട്ടോ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫോട്ടോ അവിടെ കൊടുക്കാം, ഫസ്റ്റ് എടുത്ത ഫോട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയി ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വേദന, ചിലർ പറയും ഇത്രയും വേദന അനുഭവിച്ചെങ്കിലും ഉണ്ണിനെ കാണുമ്പോൾ നമ്മുടെ വേദന മൊത്തം പോവും അങ്ങനെയൊക്കെ. പക്ഷെ വേദന അനുഭവിച്ചത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഭയങ്കര, പിന്നെ പെണ്ണുണ്ണിയാണല്ലോ, അപ്പോൾ അങ്ങനത്തെ ഭയങ്കര സന്തോഷവും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ ജില്ലയിൽ ഒരു 4 ദിവസം 3 ദിവസം അങ്ങോട്ട് കിടക്കേണ്ട വന്നിട്ടുള്ളൂ. അതിന് നമുക്ക് വീട്ടിലേക്ക് വരാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഉണ്ണിനെ മഞ്ഞ നിറം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീല ലൈറ്റ് കെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഡിസ്ചാർജ് ആവണതിന് തലേ ദിവസമാണ് കേട്ടോ. മഞ്ഞ നിറം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചെറുതായിട്ടുള്ള ഒരു പോയിൻ്റൊക്കെ ഉള്ളൂ. നീല ലൈറ്റിൽ ഇടില്ലേ, എന്താ പറയുക എനിക്ക് അറിഞ്ഞൂടാ, അതിലിടണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് പുലർച്ചെ വന്നിട്ടാണ് പറയുന്നത് കേട്ടോ, ഉണ്ണിക്ക് ചെറുതായിട്ട് മഞ്ഞ നിറം ഉള്ളത് കൊണ്ട് ഇന്ന് പുലർച്ചെ രാവിലെ വരെ അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു 2 മണി വരെ നമുക്ക് നീല ലൈറ്റിൽ കൊണ്ടുവന്നിട്ട് ഇടണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഇതേമേ നീല ലൈറ്റിലാണ്. അപ്പം ഞാൻ പോണ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ ഒരു ICU തൊട്ടിപ്പുറത്താണ്. അപ്പോൾ നമ്മൾ ICUലേക്ക് മാറ്റി, ICUവിൻ്റെ അവിടെയാണ് നമ്മളിനി കിടക്കണ്ടേ. അപ്പോൾ അവിടെ പോയിട്ട് കിടന്ന സമയത്ത് ഞാനും ഉണ്ണി മാത്രമേ ഉള്ളൂ. ആ നീല ലൈറ്റിൽ കൊണ്ടിട്ട് ചില്ലിന് ഇടുന്ന സമയത്ത് സങ്കടം വന്നിട്ട് എനിക്ക് ഇതേമേ എന്ത് പണ്ടാരാണിത് നീല ലൈറ്റ്, എന്തെങ്കിലും കുഴപ്പമുണ്ടാകും, നമുക്ക് സങ്കടം തോന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കണം കാണുമ്പോൾ. ഞാൻ അതേ വീഡിയോ എടുത്തത് ഞാൻ അവിടെ കൊടുക്കാട്ടോ. എന്താ വെച്ചാൽ വേറെ ആരും ഇല്ലാത്തവരോടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ വേറെ ഉണ്ണിനെ കൊണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ഇപ്പോൾ ആ ഒരു ചില്ലിൻ്റെ സംഭവം അറിഞ്ഞു കേട്ടോ. അവിടെ ഫുള്ള് 2-3-4 ഉണ്ണികളെ കൊണ്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് അത്ര വലിയ സംഭവമല്ല എന്നുള്ളത്. പക്ഷെ എന്നാലും സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് നല്ല സങ്കടമൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇതെന്താ ഈ ചില്ല് പോലത്തെ സാധനത്തിനുള്ളിൽ ഇങ്ങനെ കിടത്തിയേക്കാ, നമ്മൾ ഡ്രസ്സൊന്നും ഇടാൻ പാടില്ലേ, നമ്മളല്ല ഉണ്ണിനെ ഡ്രസ്സൊന്നും ഇടാണ്ട് സ്നെഗ്ഗി മാത്രമേ ഇടാൻ പാടുള്ളൂ അതിൻ്റെ ഉള്ളിൽ കിടത്തുമ്പോൾ. അപ്പോൾ അങ്ങനെ കിടത്തിയേക്കാ. അപ്പോൾ കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ ആയിരുന്നു. അങ്ങനെ നമ്മളവിടെ കിടന്ന് പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ കുറഞ്ഞു. ആ ഒരു കുറച്ച് സമയം കിടത്തിയപ്പോൾ തന്നെ മഞ്ഞനിറൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് വലിയ സംഭവം, കുറേ കാര്യങ്ങളും ഇതിൽ ആഡ് ചെയ്യാനില്ലെങ്കിലും നമ്മുടെ സ്റ്റോറി തന്നെയാണ്. നമ്മുടെ സ്റ്റോറി തന്നെയാണല്ലോ. നമ്മളത് പറഞ്ഞു വരുമ്പോൾ അത്ര ഡീറ്റെയിലായിട്ട് തന്നെ പറയും. പിന്നെ ഇതിപ്പോൾ എനിക്ക് കുറേ നാൾ കഴിഞ്ഞ് ഞാൻ മറന്നു പോകും, കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോകില്ല. ഇപ്പം എനിക്ക് 28-20 ദിവസമൊക്കെ ആവണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മയിൽ എല്ലാ കാര്യങ്ങളും ഓർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് പറയാനൊക്കെ പറ്റും. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ എല്ലാം മറന്നു പോകും. പക്ഷേ എനിക്ക് അപ്പം ആ സമയത്ത് ഈ വീഡിയോ ഒക്കെ എടുത്ത് നോക്കാനും പിന്നെ ഇപ്പോൾ ഇതിലെടുത്തിട്ടുള്ള വീഡിയോസൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ കാണാനും ഒക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോസ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന്, ഇപ്പോൾ എന്നെ അറിയാത്തവർക്ക് ചിലപ്പോൾ ഈ ഒരു ഫുൾ വീഡിയോ ഒന്നും ആരും കാണുന്നുണ്ടാവില്ല, ഉറപ്പാണ്.
എന്താ പറയുക ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ അറിയാവുന്നവർ പിന്നെ ചിലർ ഏഷ്യന് കുത്താൻ വേണ്ടിയിട്ട് ഡെലിവറി സ്റ്റോറിയൊക്കെ യൂട്യൂബിലിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഏഷ്യന് കുത്താനുള്ള ആൾക്കാരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ ഇഷ്ടമുള്ളവർ എന്നുവെച്ചാൽ അയ്യോ അവളുടെ സ്റ്റോറി അങ്ങനെയൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കുറച്ച് പേര് എന്തായാലും ഈ ഒരു വീഡിയോ ഫുള്ള് കാണുന്നത് എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടും പിന്നെ എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, ഇത്രയുണ്ട്, നല്ല ലോങ് ആയി പോയി. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ടായിരിക്കും ഇടാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പ്രഗ്നൻസിയുടെ ഒരു സ്റ്റോറി പറഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എന്തായാലും കണ്ടിട്ട് ഈ ഒരു വീഡിയോ അതെന്താ ലാസ്റ്റ് പറയണല്ലേ, അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പോയി കണ്ടോളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട ഗൈസ്, എല്ലാം സെറ്റാവും, ഒരു കുഴപ്പമുണ്ടാവില്ല. എല്ലാം കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, എന്തായാലും പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ ഉണ്ണി എന്തായാലും നമ്മൾ പുറത്തെടുക്കണം, എന്തായാലും കുറച്ച് വേദനയൊക്കെ അനുഭവിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞതൊക്കെ സിമ്പിളാണ് ഗാസ്. ആ ഒരു ടൈമിലത്തെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അതങ്ങോട്ട് വേഗം കഴിഞ്ഞ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഞാനൊക്കെ പ്രാർത്ഥിച്ചതിന് കൈ കണക്കില്ലട്ടെ, ഞാൻ അവിടെ കിടന്ന് ദൈവമേ വേദന വരൂ അങ്ങനെയായിരുന്നു ആദ്യം പ്രാർത്ഥിക്കണമായിരുന്നേ. പിന്നെ വേദന വന്നു കഴിഞ്ഞപ്പോൾ ദൈവമേ വേദന പോവും അങ്ങനെ കേട്ടാ, കാരണം നല്ല വേദന വന്നപ്പോൾ ദൈവമേ പോ അങ്ങനെയായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് എന്താ പറയുക ഉണ്ണി പുറത്ത് വരണേ, ദൈവമേ പെട്ടെന്ന് ആവണേ, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിട്ട്. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തോളോ, സപ്പോർട്ട് ചെയ്തോളോ. പിന്നെ നമ്മുടെ ഈ ചാനലിൽ നല്ല നല്ല വീഡിയോസൊക്കെ ഇനിയും വരാനിരിക്കുന്നുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ വീഡിയോസും പയ്യെ വരണതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റാ.